ചെയ്യാൻ പോണതാണ് നമ്മുടെ Growing Capsules. Growing Capsules ആണ് 4 കാറ്റഗറിയിൽ പെടും. അതിൽ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് ഏതാണ് നിങ്ങൾ ഗസ് ചെയ്ത് ഇപ്പൊ തന്നെ ഓടിപ്പോയി താഴെ കമന്റ് ബോക്സിൽ ഇടുന്ന അടുത്ത കമന്റ് സെക്ഷനിൽ നമ്മൾ വായിക്കുന്നതായിരിക്കും. 4 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഒന്ന് മെർമെയ്ഡ്സ്, ഒന്ന് ഡൈനോസേഴ്സ്, ഒന്ന് യൂണിക്കോൺസ്, പിന്നെ ഒന്ന് ഫാം ആനിമൽസ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ എന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് സമയമാവുമ്പോ മനസ്സിലാവും. കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ്. ഇപ്പോഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രോയിങ് ക്യാപ്സ്യൂൾസ്. അപ്പൊ നമ്മളിത് നമ്മുടെ ഇവിടെ ഒരു മോളിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കില്ല. അപ്പൊ പാറും തിരി പറഞ്ഞ് ഇത് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പൊ ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 120 രൂപയാണ് ഇതിന് റേറ്റ് ഉള്ളത്. അപ്പൊ നമ്മള് ഇതിന്റെ കമ്പനിയുടെ പേര് ഞാൻ പറയണോ? ശ്രീദേവി. ഞാൻ ഇന്നസെന്റായിട്ട് അവിടെ പോയിട്ട് ഞാൻ ഈ ടാഗ് വായിച്ചപ്പോഴാണ്, കാശിന്റെ ടാഗ് വായിച്ചപ്പോ ശ്രീദേവി. അപ്പൊ ഞാൻ കടക്കാനെടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു കടയുടെ പേരാണ്. അപ്പൊ ഇത് എന്ന് പറയണെങ്കിൽ ഇതില് ഒരു 12 എണ്ണം ഉണ്ട് കേട്ടോ. 12 ക്യാപ്സ്യൂൾസ് വരുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് കുറച്ച് നല്ല ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ വാം വാട്ടർ എന്ന് പറയണ. അപ്പൊ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും. നമ്മൾ ഭയങ്കര തിളച്ച വെള്ളമല്ല, തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കും. അല്ലെങ്കിൽ കയ്യില് വല്ല കൈയൊക്കെ പൊള്ളിയാലോ വെച്ചിട്ട് നമ്മള് ചൂടുള്ള വെള്ളം ഈ 2 പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ എന്താ വിചാരിച്ചു ഇന്നൊരു പാചക മത്സരമാണ് നിങ്ങൾ? അപ്പൊ നമ്മള് ഇതിലേക്ക് ഇവരുടെ കയ്യിൽ കൊടുക്കട്ടെ. 12 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ 6 എണ്ണം വീതം 2 പേർക്കും കൂടി ചെയ്യാൻ കൊടുക്കും. എന്നിട്ട് 2 പേര് ഇത് കൂടി ചെയ്യട്ടെ. ഏതൊക്കെയാണ് ആനിമൽസ് വരുന്നത് നമുക്ക് കാണിച്ചു തരാന്നിട്ട്. ഇതില് കുറെ ആനിമൽസ് ഉണ്ട്. അപ്പൊ നേരത്തെ കമന്റ് ചെയ്യാൻ പറയണവര് കമന്റ് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ കമന്റ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇതിൽ തന്നെ കമന്റ് ചെയ്യണം, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലിടാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഓരോ അനിമൽസ് ആയി വരുന്ന പറയണം. അപ്പൊ ഇത് കുറെ അനിമൽസ് ഉണ്ട്. അപ്പൊ ഓരോ അനിമൽസിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നവർക്കൊക്കെ പേരുകൾ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ അതിന് സമയങ്ങളുടെ വേഗം നമുക്ക് ഇത് ഓരോന്ന് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോ ഇത് നമുക്ക് ആദ്യം പൊളിക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഇനി ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഈ ഒരു ആംഗിൾ ശരിയാവില്ല. അപ്പൊ ഇനി ഇവരായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ പറ. അപ്പൊ നമ്മള് ക്യാപ്സ്യൂൾ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പാറു ഇനിയിപ്പോ ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് ആ 2 ബൗൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് 6 ക്യാപ്സ്യൂൾ വീതം ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ ഉണ്ടാവുന്ന അറിയില്ല. കറക്റ്റ് ആയിട്ട് ദീപി ഒന്ന് കൗണ്ട് ചെയ്തിട്ടാ. ദീപിക്കാണ് 1 2 3 കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ അറിയാം. ദീപി ഒന്ന് കൗണ്ട് ചെയ്തിട്ടാടാ ദീപിയെ. അപ്പൊ ദീപി കറക്റ്റ് ആയിട്ട് ഇട്ടോ. ഇതിനടുത്തത് ബാക്കിയുള്ള 6 എണ്ണം പാറു ചേച്ചി എടുത്ത് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഏതൊക്കെ ആനിമൽസ് എന്ന് നമുക്ക് അറിയില്ല കേട്ടാ. ഇനിയിപ്പോ അവര് 2 ആളും കൂടിയിട്ട് അതിൽ ഓരോന്ന് ഇടും. എന്നിട്ട് നമുക്ക് നോക്കാട്ടാ. കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ ഗുളികയാണ്. ജസ്റ്റ് ഇങ്ങനെ കണ്ട ഓരോ ക്യാപ്സ്യൂളാണ് പല കളേഴ്സിലുള്ളത്. അപ്പൊ നമുക്ക് ഇനി നോക്കി നോക്കാം. അപ്പൊ അതെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഒരെണ്ണം എടുത്തിട്ട് ഇട്ടോട്ടോ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ഓരോന്നായിട്ട് മതി. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഏതാണ് വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കാട്ടോ. ഗ്രീൻ ആണ്. ഇതെങ്ങനെയാ വലുതാവാന്ന് നമുക്ക് നോക്കി നോക്കാം. വേണ്ട, ഒന്നും ചെയ്യണ്ട. അത് ഇപ്പൊ വെള്ളത്തിന്റെ ചൂട് നമുക്ക് എത്ര സമയം കൊണ്ടാ ഇത് വരുന്നത് നമുക്ക് നോക്കി നോക്കാട്ടോ. ചൂടുണ്ട വെള്ളത്തിന്റെ ചൂട് അത്ര വലിയ ചൂടൊന്നുമില്ല ഇപ്പൊ വെള്ളത്തിന്. ഇനി അത് അധികം ആവണില്ല വെച്ചാൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചത് കൊണ്ട് എനിക്ക് ഒഴിക്കാം. അതെ, കുറച്ച് തിളച്ചോളം ഒഴിക്കണോ?
ഈ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? ഇതെന്തിട്ട് താറാവാ? ഗൂസായിരിക്കുള്ളോ? ഗൂസിന് അങ്ങനെ വാലുള്ള തൊടണ്ടടി. ദീപിയുടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഇതാണ് കിട്ടി. ആ ഇതാണ് ദീപിക്ക്, ഗൂസാണ് ദീപിക്ക് കിട്ടിയേക്കണ കേട്ടാ. എനിക്ക് തുറക്കണ്ട്. ദീപി പാറുവിന്റെ അതേ തുറന്ന് വരുന്നുണ്ട്. ഇത് എന്താണ്? ഇപ്പൊ മനസ്സിലായില്ലോ. ഇതെന്തിട്ട് കഴുതിയാണോ? ആണ്. മറ്റേ അത് എടുക്കടി. കഴുതിയാണ്. എവിടെ? ഇത് കഴുതിയാണോ? നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യട്ടെ. അത് കണ്ടിട്ടൊരു കഴുത ലുക്ക് ഉണ്ട്. പാറുവിനെ കാരണം കഴുതിയാവാന സാധ്യത. കഴുത്ത് ഇതില് രണ്ടിനും കഴുതാട്. ശരിയാട്ടാ. എന്നിട്ട് ഇതൊന്നും ശരിക്കും ചായണ്ട്. അപ്പൊ ഇത് കഴുതി തന്നെയാന്ന് എനിക്ക് തോന്നുന്നു. എടുക്കാറായില്ലേ? ഇനി അടുത്ത ക്യാപ്സ്യൂള് നിങ്ങൾ വേഗം പൊട്ടിച്ചിട്ടോ. വേഗം പൊട്ടിച്ചിട്ടോ. കാണിച്ചേ. പൊട്ടിക്കരുത്. 1 2 3 സ്റ്റാർട്ട്. അയ്യോ ഇത് ജസ്റ്റ് സ്പോഞ്ച് ആണ് കേട്ടോ. നോക്കി വെറുതെ സ്പോഞ്ച്. അതാ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ചേക്കാണ് അവര്. നിന്റെ കുറച്ച് പത കൂടുതലെന്ന് തോന്നുന്നുണ്ട്. എന്നാ തിരിച്ചിട്ട് കൊടുത്ത് നോക്കിയേ. പാറുവിന്റെ വലുതായില്ലോ. പാറുവിന്റെ നോക്കട്ടെ. തിരിച്ചടിയനെ എന്തൊരു സാധനം ഇത്? കുതിരയാണോ? ഹോഴ്സാണ് കേട്ടാ കുതിര. അപ്പൊ അത് കുതിരയാണ്. അപ്പൊ പാറുവിനൊരു കുതിര. ഈ ദീപിക്ക് ഫുള്ള് ബേർഡ്സും, അവൾക്ക് കുതിര, കഴുത, അവളുടെ എല്ലാ ഫ്രണ്ട്സിനെയും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊരു കാര്യം ചെയ്ത് ഇനി എല്ലാ ക്യാപ്സ്യൂളും കൂടി ഒരുമിച്ചിട്ടാ. റെഡി 1 2 ഓരോന്നല്ല ഒരുമിച്ച് കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. ഞാൻ അത് വളരട്ടെ. ദീപിക്ക് അറിയണ പാട്ടൊക്കെ പാടാട്ടാ. ദീപിക്ക് ഏത് പാട്ടറിയാം? അതല്ലടി ഒരു നല്ല പാട്ട് പാടി. എനിക്ക് തോന്നുന്നു ഈ ക്യാപ്സ്യൂളിനകത്ത് മൂടി ഇല്ലായിരുന്നു. അത് സോപ്പ് പോലെ എന്തെങ്കിലും സാധനം ആയിരിക്കും. അത് ഡിസോൾവ് ആയി പോയി വെള്ളത്തില്. എന്തോരം ഭാവിയല്ലേ ദീപിക്ക്. ഇതൊക്കെ ദീപിയുടെ ഭാവിയാ. ദീപിയുടെ പുതിയ ഭാവനെന്ന് കാണിച്ചു കൊടുത്തേ. പുതിയ ഭാവന്ന് കാണിച്ചു കൊടുത്തേ. എടുക്കണ്ട ഒക്കെ കൂടി വീഴും. ഇതുമാണ് ദീപിക്ക് പുതിയതായിട്ട് കിട്ടിയ പാവകൾ. ഇതിന്റെ പേരെന്താന്നറിയാം നിങ്ങൾക്ക്? ഇതിന്റെ പേര് കുഞ്ചു. അപ്പൊ മറ്റേ പൂവുള്ള കുട്ടിയുടെയാ? അവളുടെ പേര് കുഞ്ചി. ഇതിന്റെ പേര് ചിഞ്ചു. കുഞ്ചാ വെച്ചിട്ടല്ലേ? ഇവളുടെ പേര് ചിഞ്ചു. വലുതായി വരുന്നുണ്ട്. വലുതാവും. എല്ലാവരും ഇപ്പൊ വലുതാവും. ദീപിയുടെ എല്ലാം കറക്റ്റ് ആയി. എനിക്ക് തോന്നുന്നു ഈ ചാലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ദീപി എന്ന് തോന്നുന്നുണ്ട്. ഇവരൊക്കെ ആരാ പറഞ്ഞോളാം? അല്ലല്ല ഇതെന്തൊക്കെയോ വേറെ എന്തൊക്കെയോ. ഇതിപ്പോ 6 പറഞ്ഞോണം. ആധാർ കാർഡും ഒറിജിനൽ. അയ്യോ നമ്മളെ പറ്റിച്ചൂല അവര്. എല്ലാ ആനിമൽസും ഇല്ല. സെയിം ആനിമൽസ് തന്നെ എല്ലാത്തിനും വന്നു തോന്നുന്നു. പാവം പാറു. ആരെങ്കിലും ഒരാൾ കറക്റ്റ് ആയിട്ടോ പാറു നിന്റെ? പിന്നെ പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം കറക്റ്റ് ആയി. കഴുത, കുതിര. ദീപിയാണ് പൊളിച്ചത് കേട്ടാ. ദീപിയുടെ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. ഇതൊന്നും താറാവ് ദീപിക്ക് 2 വന്നത്. അപ്പൊ ഇവര് ക്യാപ്സ്യൂളിൽ വെക്കണതുണ്ടല്ലോ കറക്റ്റ് എല്ലാ ആനിമൽസും അല്ലാട്ട് വരുന്നത്. ഇതോ വെച്ചാൽ തന്നെ അവര് വീണ്ടും വെക്കണമെന്ന് തോന്നുന്നുണ്ട്. അല്ല ആണോ?
ആണാണ്. ആണല്ല പെണ്ണ്. ആണല്ല പെണ്ണ്. അയ്യോടാ ഇതല്ല പെണ്ണ്. കറക്റ്റ് ആയോ? തല തിരിച്ചു വെക്കല്ല സ്റ്റാ. അയ്യോ അപ്പൊ ആരൊക്കെ കിട്ടാത്ത നമുക്ക്? 2 പശുവിനെ കിട്ടി. 2 പശു, പാറുവിനൊരു പശു, ദീപിക്കൊരു പശു. 3 മതി. ഇനി എന്തിനാ വെള്ളം? കഴിഞ്ഞു. അടുത്ത കളിക്കലടി അടി കിട്ടൂട്ടോ എന്റെ കയ്യിൽ. അവിടെ ഇരുന്നാ ഒതുങ്ങിയിരുന്നോന്ന്. നമുക്ക് ഏതിനൊക്കെ കിട്ടിയില്ല ഞാൻ ഇപ്പൊ പറയാം. നമുക്ക് ആടിനെ കിട്ടിയില്ല. ബുള്ളിന്റെ ഇംഗ്ലീഷ് ഇനി എന്തിട്ട്? ബുള്ളിനെ തൊട്ടിന് ഇംഗ്ലീഷ്. ബുള്ളെന്ന് വെച്ചെന്താ? ബുള്ളിന് മലയാളം അല്ലേ ഇനിയുള്ള? ബുള്ളെന്ന് വെച്ചെന്താ? ബുള്ളക്കാർട്ട് എന്ന് പറഞ്ഞെന്താ? കാളവണ്ടി. അപ്പൊ ബുള്ള കാള. കാളനെ കിട്ടിയില്ല, മൊയിലിനെ കിട്ടിയില്ല, റൂസ്റ്ററിനെ കിട്ടിയില്ല, മൊയൽ, കാള, ആട്, ചെമ്മരിയാട്, അതൊന്നും കിട്ടിയില്ല. ഒരു കാര്യം ചെയ്താ കിട്ടിയാൻ അവിടെ ഒന്ന് നിരത്തി വെച്ചേ. ഞാനൊരു ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ അനിമൽസ് കേട്ടാ. പശുവിന്റെ ചേട്ടനും അനിയനുണ്ട്. പന്നിക്കില്ല, താറാവിനില്ല. ഈ ഗൂസിന്റെ ചേച്ചിയുണ്ട്, ടർക്കിയുടെ ചേച്ചിയും അനിയത്തിയും ഉണ്ട്. കഴുതയ്ക്ക് പിന്നെ കഴുത ഒറ്റയായി. കഴുത പിന്നെ ഒറ്റയ്ക്ക് വന്നത് ഇവിടെ ഉള്ള കമ്പനി ഉണ്ടല്ലോ. ഇനിയിപ്പോ പിന്നെ വേറെ വേണ്ടല്ലോ. കഴുത ഒറ്റയ്ക്കായി, കുതിര ഒറ്റയ്ക്കായി, പന്നി ഒറ്റയ്ക്കായി, താറാവ് ഒറ്റയ്ക്കായി. നമുക്കപ്പൊ ആടിനൊന്നും കിട്ടിയില്ല, ആടിനും മൊയലിനൊന്നും നമുക്ക് കിട്ടിയില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതിന്റെ പേര് ഗ്രോയിങ് ക്യാപ്സ്യൂൾസിന്റെ നമ്മള് ട്രൈ ചെയ്തു. അപ്പൊ എന്താ വെച്ചിട്ട് നമുക്ക് എല്ലാതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഇതില് പറഞ്ഞ പോലെ ഏതൊക്കെ ആനിമൽസ് കിട്ടിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ നമ്മുടെ കൂടെ കളിക്കാൻ വന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് പശുവിനെ കിട്ടി, താറാവിനെ കിട്ടി, പിന്നെ ഒരു ഗൂസിനെ കിട്ടി, പിന്നെ പിന്നെ നമുക്ക് കഴുതനെ കിട്ടി, കുതിരേനെ കിട്ടി, പന്നീനെ കിട്ടി, പിന്നെ ടർക്കീനെ കിട്ടി. അത്രയ്ക്ക് അതിനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ടർക്കീനെയും താറാവിനെയും പിന്നെ ഒരാളെയും കൂടി കിട്ടിയില്ലോ. ഇതിനൊക്കെ നമുക്ക് കുറെ എണ്ണം കിട്ടിട്ടോ. അപ്പൊ ഇതിലെല്ലാതും അവര് ഇനിയിപ്പോ വെച്ചപ്പോ തെറ്റിയതാണോന്ന് അറിയില്ല, അതൊരു മനഃപൂർവ്വം വെച്ചതാണോന്ന് അറിയില്ല. അത് നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ പക്ഷെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. അപ്പൊ ഇതേപോലത്തെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനും കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അതുപോലെ നമുക്ക് മോളുകളിലും എവിടെയും കിട്ടും തോന്നുന്നുണ്ട്. നിങ്ങളത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിലാവുമ്പോഴത് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണോ? അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഇവരാണ് ശരിക്കും അടിച്ചു പൊളിച്ച്, ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ചു. ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടായിരുന്നു. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ നമ്മുടെ അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പറഞ്ഞതിനൊക്കെ കമന്റ് ചെയ്തോളാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ കമന്റ് ചെയ്തവരുടെയൊക്കെ പേര് വായിക്കുന്നതായിരിക്കും. അപ്പൊ ലാസ്റ്റ് സെഷനിൽ കമന്റ് ചെയ്തവരുടെ പേരുകൾ നമുക്കിപ്പോ കാണാൻ ആരൊക്കെയാണ്. ഗ്ലൂഗണിൻ്റെ പാർട്ട് കറക്റ്റായിട്ട് പറഞ്ഞത് 9th പാർട്ടാണ്. ഹൃദയ ഉണ്ണി, ചിക്കൂസ് ക്രാഫ്റ്റ് വേൾഡ്, ജിഷ 933, ഹംന, മാസ്ക് സൈലൻറ്റ്, ഉണ്ണി ദ്യുതി, ട്വിൻസ് വേൾഡ്. പിന്നെ കമൻസ് അയച്ചത് സുമി വി ആർ, ഹൃദയ ഉണ്ണി, FZ ചാനൽ, എൽസിറ്റ, മെഹനാസ് വേൾഡ്, അഷ്മിക, ഷാജി, ചിക്കൂസ്, ഇർഫാന, ഫാത്തിമ, എയർ 479, നിരഞ്ജന, ഫൈഹ, വിജയാനന്ദ്, ചിന്നൂസ് വേൾഡ്, CG ടോക്സ്, അർജീന പി, സഞ്ജയ്, ശിവന്യ, അർച്ചിത, നിവേദിത, ദേവിനന്ദന, യൂസർ @LY, ആയിഷ, സമീർ, അലിമോൾ റോക്സ്, ആർട്ട് വേൾഡ്, ദേവനന്ദ. ഇനി ആരെങ്കിലും പേര് വിട്ടുപോണെങ്കിൽ സോറി കേട്ടോ. നമുക്ക് അടുത്ത കമൻറ്റ് സെക്ഷനിൽ വായിക്കാം. അപ്പോൾ പേരുകൾ വെച്ച് എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കണം. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോന് കമൻറ്റ് ചെയ്തവരുടെ എല്ലാവരും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടും അതൊക്കെ എല്ലാവരും കാണാൻ മറക്കരുത്. പിന്നെ എന്താ പറയാനുള്ള, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ Take care. Thanks for